പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ പട്ടിണിക്കെട്ടി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാനാവാതെ പോലീസ്. സംഭവം നടന്ന് ഒരു മാസമാകുമ്പോഴും പ്രതി ഒളിവിലാണെന്ന വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത്. വെസ്റ്റേൺ ഗേറ്റ് വേസ് ഉടമ പ്രഭു പിടിയിലാകാത്തതിനാൽ ഭയമുണ്ടെന്ന് അതിക്രമത്തിനിരയായ വെള്ളയ്യൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആദിവാസിയായ വെള്ളയ്യനെ ഒരു റിസോർട്ടിൽ പൂട്ടിയിട്ടിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു മാസം തികയാറായി, ഒരു മാസത്തോടടുപ്പിച്ച് ആവുകയാണ്. ഈ കേസിലെ ഒന്നാം പ്രതിയായ പ്രഭുവിനെ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രഭു ഒളിവിലാണ്. അത്തരത്തിലുള്ള മുടന്തൻ നയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു മാസമായിട്ട് ഇതുവരെയും പ്രഭുവിനെ പിടിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഹൈക്കോടതിയിലെ പ്രഭു മുൻകൂർ ജാമ്യം തന്നിട്ടുണ്ടായിരുന്നു. കോടതി തള്ളി. മണ്ണാർക്കാടും ഹൈക്കോടതിയിലും തള്ളിയതാണ്. പക്ഷേ ഞങ്ങളുടെ സംശയം പോലീസിന്റെ അറിവോട് കൂടിയിട്ടാണ് പ്രഭു ജീവിക്കുന്നതെന്നാണ് ഞങ്ങൾ. ഒത്തുകളിക്കുകയാണ്. എവിടെയും പോയിട്ടില്ല. ഈ പരിസരത്ത് തന്നെ പ്രഭു ഉണ്ടാകും. പോലീസ് വിചാരിച്ചാൽ അത് തീർച്ചയായും പിടിക്കാൻ പറ്റും. പ്രതിയെ പിടിക്കുന്നില്ല. എന്താണ് ഇന്നലെ ചോദിച്ചപ്പോഴും പറഞ്ഞു പ്രതിയെ കിട്ടിയിട്ടില്ല, വേറൊരു സ്ഥലത്ത് നിന്ന് നാളെ പോയി പിടിക്കാം എന്നൊക്കെയാണ് DSP പറയുന്നത്. ഇവിടെയും പുറത്തേക്ക് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ജോലി കിട്ടുന്നത് ഭയങ്കര പാടാ. ആരും ജോലി ശ്രമിച്ചിരുന്നോ? പിന്നെ തല്ലി ചതച്ച് കഞ്ഞി വെള്ളവിലാണ് കിടത്തുക. അത് എല്ലാവർക്കും അറിയുക. ഒത്തുതീർപ്പിനെ നോക്കിയിരുന്നു. ഒത്തുതീർപ്പിനൊക്കെ പറയുന്നതാണ്. അവരോട് സംസാരിക്കും, ഒന്ന് കലക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളോട് ചോദ്യം. DSPമാര് പോലീസുകാരൊക്കെ ചോദിക്കണതാ. ചേട്ടന്റെ ആശങ്കയുണ്ടോ? പ്രഭു പുറത്താണ്. അതെ, പിന്നല്ലാണ്ട് എപ്പോഴും ഭീഷണിയാ. പ്രഭു അത്ര സ്വാധീനമുണ്ടോ? അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങൾ ആദിവാസികൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു എന്താന്ന് പറയാ, നമ്മളെ ഇങ്ങനെ രക്തം കുടിക്കുന്ന പോലെയാണ് അവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കൊരു തരത്തിലുള്ള അനുഭവപൂർവ്വമായുള്ളൊരു അന്വേഷണമല്ലേ നടക്കുന്നത്? ഇതിപ്പോ നമുക്ക് നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ പോലീസിന്റെ വശത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നാൽ ഇത് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇതിപ്പോൾ അവര് പൈസ വാങ്ങിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാനാണ് സാധ്യത? ഒന്നുമില്ല. അവിടെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് മുതലമടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന മണൽ മറ്റ് മാഫിയകൾ, റിസോർട്ട് മാഫിയ, ഈ സംഘങ്ങളുടെ കരിമരുന്ന് സംഘങ്ങളുടെ ലോബിയിലാണ് ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംഘങ്ങൾ. ഇതെന്താണ് വൈകുന്നത്? വളരെ അല്ലേ, ഒരു പ്രതിയെ പിടിക്കാൻ എത്രയധികം താമസം പോലീസിന് വരുന്നത്? പോലീസ് വിചാരിച്ചു പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പിടിക്കാൻ പറ്റും. ഇവര് രാഷ്ട്രീയ സ്വാധീനമോ അല്ല ഇതിൽ പ്രമാണിമാർ ആരെങ്കിലും ഇതിൽ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.